കല്യാണത്തിന് പോകണം. മറിയ കോസ്റ്റ്യൂം റെഡിയാക്ക്, എന്റെ ലുക്ക് കാണട്ടെ. എന്ത് ഓറ? ഓറ പോകുമ്പോലെ സുന്ദരീനാർക്കും വേണോ? ഈ സുന്ദരീന തരൂല. ഓ, ഓള് മാറ്റി കഴിഞ്ഞിട്ട് ഓളെ തൊടാൻ പറ്റൂല. ഞങ്ങൾ ബസ്സിലാണ് കല്യാണത്തിന് പോകുന്നത്. ഈ മഞ്ഞക്കിളി അല്ല, ഈ ഓറഞ്ച് ചുരിദാറിട്ടിരിക്കുന്ന ഉമ്മന്റെ അടുത്ത് ബ്ലാക്ക് ഷിട്ടു. അത് ബ്ലാക്ക് കിളിയാ, എന്നാ കാക്കാന്ന് പറയാ. ഓറഞ്ച് കളർ ഏത് കിളിയാ? ഓറഞ്ച് ഏത് കിളിയാ? ഐഷും കാക്ക. ഇനിയോ? റെഡ് കിളി. മമ്മ നീലക്കിളി. ഇവിടെ ഇറക്കി തരുമോ? ഇവിടെ ഇറങ്ങിയാ ഇവിടുന്ന് കേറായിരുന്നു. അതെങ്ങനാ? ഓ, റെയിൻബോയിലുള്ള എല്ലാ കളറും ഉണ്ട് എന്റെ മേത്ത്. ഇല്ല, ഒക്കെ മേക്കപ്പ് ഇല്ല, ഒരു നാച്ചുറലാ, തീരെ മേക്കപ്പ് ഇല്ല. നമ്മളെപ്പോഴാ കല്യാണത്തിന് ഓർമ്മയാണ്. ശരി, എന്റെ അടുത്ത് കളർഫുൾ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഐശുണ്ട് ബന്ധാരൊക്കെ കെട്ടിക്ക് കല്യാണത്തിന് പോകാൻ. ഞങ്ങൾ ബസ് കയറി. ചുട്ടു മുറുക്കി പിടിക്കുന്നുണ്ട്. മറിയൊക്കെ പിന്നെ അങ്ങനെ പേടിയൊന്നുമില്ല. മറിയന്റെ മടിയില്ല അല്ലേ? ഇതാണ്ടോ പറഞ്ഞ ഇങ്ങനെ ഒക്കെ എണീച്ച് നിക്കാം. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കൂ. കണ്ടോ, സൂപ്പറാ. ഇങ്ങോട്ട് തിരി. കണ്ടോ, അവള് സൂപ്പറാ. ഇതാണ് ഞങ്ങളെ കണ്ടക്ടർ. ഈ ബസ്സിന്റെ പേരെന്താ? KSRTC. അറസ്റ്റ് ചെയ്യേ? ശരിയാട്ടോ, ചിലപ്പോ അറസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്റെ മറിയന്റെ ഓരോ കുസൃതികളിലേ. മറിയ സൂപ്പർ എന്നാട്ടോ. എന്ത്? ഐശുനൊന്നും വിറ്റ് ഞങ്ങള്. ഐശു ഇതാക്കുന്ന മുമ്പത്തെ ഏതോ സീറ്റിലാണ്. ഞങ്ങള് കുടുംബസമേതം വിടാം അല്ലേ? ഇന്റെ മടി ഇരുന്നിരുന്ന് എന്റെ ഡ്രസ്സൊക്കെ ചുരുട്ടി. ഞങ്ങൾ ബസ് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് ഓട്ടോ കയറണം. ഓട്ടോ കയറി ഈ ലെഫ്റ്റ് പോകണം. ഇപ്പൊ സമയം 12:23. ഞങ്ങൾ 12:00 സ്ഥലത്തെത്തും. ഇതാണ് ഞങ്ങളുടെ കുടുംബസമേതം. ചിട്ടു ഇറങ്ങിപ്പോയി. മറിയ എന്തായി? മൂക്കൊണ്ട തിന്നോളൂ. കല്യാണത്തിന് വന്ന് ചോറിച്ച് ഒഴിഞ്ഞു. ഇനി ബാക്കിയെല്ലാവരും പരിചയപ്പെടുത്തി തരാം. ചിട്ടാ, ഓള് പുട്ടുണ്ടാക്കുക. എന്തേത്തിന്? ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്. ചിട്ട തിന്നേ. ഇതാണ് ഞങ്ങളെ മുത്തുകാക്കന്റെ ഉച്ച സുഹൃത്ത്. കഴിക്കറിയാ. ഇതടുത്ത കല്യാണം വരണം. ശരിയാ, പുയ്യാപ്പിള ഫ്രണ്ട് അല്ലേ? നിങ്ങൾ കളിക്കാൻ പോകുന്നിടത്തൊപ്പം ഉണ്ടാവില്ലേ? അങ്ങനെ വന്നാല് പുയ്യാപ്പിള വരെ വന്നാല്. ഇതാണ് മുത്തുകാന്റെ അടുത്ത ഫ്രണ്ട്. ഹായ് പറയാ. ഹായ് ഹായ്. നിങ്ങളെ മോനെ? ശരി, ഹായ് ഹായ്. ഇത് ഷോയ്ക്കാന്റെ മോന് അല്ലേ? ഇതാണ് മുത്തുക്ക.
മുത്തുക കല്യാണത്തിലേക്ക് വന്നതാണ്. ഇതാണ് ഞങ്ങളെ പുയ്യാപ്പിളിന്റെ അനിയന് മുന്നാസ് പുയ്യാപ്പിളക്ക് പോയി. മുത്തുക ഹായ് അറി ഹായ് പറ. ഇതാണ് നമ്മളെ വണ്ണനോളി മുത്തുക. ഫോക്കസ് ആവുന്നില്ല. മുത്തോളാണ് പറയുമ്പോ മുത്തോളെ കാര്യമായിട്ട് ഒരുങ്ങി വന്നായി. മുത്തോളെ മുത്തോളെ എന്റെ അത്ര ആരും ഒരുങ്ങിയില്ല. അതിനോണ്ടാ ഓരോരുത്തരടുത്ത് കാണിച്ചത് ഗായ്സ്. ഇതാണ് ഫനുവിന്റെ അമ്മച്ചി, ഫനുവിന്റെ അടുത്തമ്മച്ചി. അന്നെ കാണിക്കാണ് ചെയ്ത പുയ്യന്റെ വരെ തോറ്റു പോകും ഇവിടെ ലുക്കിന് മുന്നില്. ഞങ്ങളെ മുത്തുക്കാക്കന്റെ ഒരേ ഒരു മുത്തോള് ഇവല് പേര് വരെ ഒന്നാ. ഇത് ലുക്കാ നോക്കില്ല ഇവിടെ കാണാനാവൂല. ഇനി ലെൻസ് വെച്ചോണ്ട് ഒന്ന് കാണിക്കും. ഞാൻ ഫനു ലെൻസ് വെച്ചൊക്കെ കാണിച്ചു കൊടുത്ത് വരിക. ഇവിടെ ഇന്ന് ലെൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഫോക്കസ് ആവുന്നില്ലടി. നിക്ക് റെഡി. ഇവിടെ ലുക്കാ നല്ലൊരു കമന്റ് ഇടാണേ. ഇവിടെ പേര് മുത്തോള് ലുക്കാ നല്ലൊരു കമന്റ് ഇടാണേ. ആ മുത്തു ഇവിടെ ശരിക്കും പേര് ഷെയ്ല എന്നാണ്. ഇവിടെ എത്തി പുതുക്കം കൊണ്ടാ മാറ്റി വരികയൊക്കെ ചെയ്യുന്നത്. ഓക്കെ പക്ഷെ താല്പര്യ കക്ഷിയല്ല. ഇതാണ് നമ്മളെ സൗദത്ത. സാധാരണ നിക്കാന്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവൂലേ. ഇത് ഞങ്ങളെ മൂത്താപ്പന്റെ മോളാണ് സൗദത്ത. അല്ല അമ്മായിന്റെ മോള്. എല്ലാത്തിനെയും പരിചയപ്പെടുത്തി മറന്നുമാണ്. ഇതൊരമ്മായി. അമ്മ എത്രാമത്തെ അമ്മായി? എന്റെ മൂന്നാമത്തെ അമ്മായിന്റെ മൂത്ത മോള് സൗദത്ത. അതാ സൗദാത്തൊക്കെ വലിയൊരു കല്യാണം കഴിഞ്ഞ മോളിന് കണ്ടാ പറയില്ലല്ലോ. ചർമ്മം കണ്ട പ്രായം തോന്നിക്കൂല അല്ലേ. സുന്ദരി. ഇതിന്റെ എന്റെ അമ്മ ഏറ്റവും ഫസ്റ്റത്തെ അമ്മായി എല്ലിഞ്ച്. ഇതിന്റെ ഏറ്റവും ഇളയ അമ്മായിന്റെ മോള്. എല്ലാരും പുതുക്കന്മാരെ ഒരുങ്ങുന്ന തിരക്കിലാണ്. മറ്റോളാണ് പോയി ഒരാളും കൂടി ഉണ്ട് നമ്മള്. അതാക്കുന്ന ഫോണില് ഇങ്ങോട്ടോക്ക്. ഹായ്. ഓള് ഫോണില് കാണുന്നത്. ഓള് കുറച്ച് ടെററാണ്ട്. ഓളെ എക്സ്പ്രഷൻ കണ്ടോ കുറച്ച് ടെററാ. എന്തായാലും എന്റെ ഡാൻസ് ഉണ്ടാവൂലേ. ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിലെ ഡാൻസറാണ്. കാണിക്ക്. അവൾക്ക് ഭയങ്കര നാണാ. അതിന്റെ വള്. ഓ ഈ സൂപ്പർ. ഉറപ്പായിട്ടും പറയണം ഗായ്സ്. ഇവരൊക്കെ നല്ല വമ്പൻ ഡാൻസുമായിട്ട് എന്റെ കല്യാണത്തിന് വരുന്നതായിരിക്കും. എന്റെ എന്തോ കള്ളേ ആരൊക്കെ സിംഗിൾ ഡാൻസ്? എന്റെ സിംഗിൾ ഡാൻസ് ഉണ്ടോ? ഇവിടെ സിംഗിൾ ഡാൻസ് ഉണ്ട്. എന്റെ സിംഗിൾ ഡാൻസ് ഉണ്ടോ? നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടോ? ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടോ? നിങ്ങൾ എന്റെ ആളതാ? ഇവളില്ല. എന്റെ ഇല്ല ഡാൻസ്. ഇനി പഠിച്ചില്ല? എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ എന്റെ കല്യാണത്തിലേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ. എന്നാ ഇനി പഠിക്കട്ടോ. ഇനി പഠിക്കില്ല. സെറ്റ് ഉറപ്പ്. ഫോട്ടോ കാണിക്കണം. എല്ലാരും റിക്വസ്റ്റ് എന്താണ്? റിക്വസ്റ്റ് എന്താ? ഞാൻ കല്യാണം സെറ്റപ്പായി ഒരുങ്ങി ഇങ്ങനെ വരും. കല്യാണത്തിന്റെ അന്ന് ഞാൻ ഒപ്പ് തരികയാണ്. പിഞ്ചുമാമിന്റെ ഫോട്ടോ ക്യാമറയിൽ പതിയൊന്ന്. ഉറപ്പ്. ഇത് സത്യ. ഞാൻ അടുത്ത ടീനെ കാണിച്ചുതരാം. ഹായ് ഗായ്സ്. എന്താ പേജുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പഠിച്ചോനെ. കസിനൊക്കെ പറയുമ്പോ അകന്ന ബന്ധമായി പോടി. അവിടെ അടുത്ത് പറയണ്ടേ. ഇതിന്റെ അമ്മായിന്റെ മോള്. ഇതിന്റെ മൂത്താപ്പ അമ്മായിന്റെ മോളല്ലെങ്കിൽ എനിക്കതൊന്നും അറിയൂല. ഇവക്ക് ഒരു ഏട്ടത്തി കൂടി ഉണ്ട്. ഓള് ഇവിടെ അല്ല. ഓൺലൈൻ ഓളെ കൂടെ ഡാൻസ് നിർക്കായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇവള് മാത്രമേ ഉള്ളൂ. ഓള് ഗൾഫിലാണ്. അത് മതി. ഇവള് സകലാല വല്ല ഇവള് പാട്ട് പാടും. എന്റെ പേജ് അറിയ ഇവക്കൊരു പാട്ട് വോയിസ് ഓഫ് ഫയർ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക. അവള് സൂപ്പർ ഒരു സിംഗറാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഫുൾ കൈവേറികൾ. അതായത് ഒക്കെ കൈവേറികൾ ഡാൻസേഴ്സ്. അതെ കൈവേറി കുടുംബമാണ് ഞങ്ങളത്. അതെ അവിടെ ഇതാക്കുന്ന 90s വസന്തങ്ങൾ ഫോട്ടോ എടുക്കുന്നു. ഇവക്ക് ഒന്നെന്തോ സമ്മാനം കിട്ടുന്നതിന്റെ അമ്മ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടല്ലോ. എന്തിനൊക്കെ ഫസ്റ്റ് കിട്ടി എന്തൊക്കെ ആക്കി പറഞ്ഞിട്ടുണ്ടോ. ഇവക്ക് കവിതയിലും ഇവക്ക് എല്ലാ ദിവസവും കവിതയിലും എല്ലാത്തിലും ഫസ്റ്റ് ഇടുന്നത് കാണാം. ഇവിടെ ഒരു പഠിപ്പിച്ചാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഓഫ് കോഴ്സ് യെസ്. അതെ കല്യാണം ഫേസ് റിവീല്. ബാക്കിയുള്ളവര് പറ്റത്തില്ല. ഇത് മുത്താപ്പന്റെ മോന്റെ മോള്. വേറെ കല്യാണം കഴിക്കാൻ പോയപ്പോ ഓളോളം അമ്മനോട് കൂടാൻ പോയതായിരുന്നു. അത് നിങ്ങള് വീഡിയോയിൽ കണ്ടിട്ടോ. അവര് പൂട്ടിയിട്ട പോലെ. അതാണ് ഓളെ പോലെ. ഇത് അമ്മായിന്റെ മോള്, ഇളയ അമ്മായിന്റെ മോള്. ഇത് എത്രാമത്തെ അമ്മായിന്റെ മോളെ പഠിച്ചോനെ. ഇത് നമ്മളെ കൂമ്പാറുള്ള അമ്മായിന്റെ മോള്.
പെണ്ണുമ്മയിലോ മൂന്നാമത്തെ അമ്മായില്ലേ? ഇത് നാലാമത്തെ മൊത്തം എത്ര അമ്മായി അതിനുള്ളടി? അതുള്ളൊരു കുടുംബമാണ് ഞങ്ങളത്. ഞങ്ങൾ വായിച്ചിരിക്കുന്നത് കൊറേ ഓളുമാരും കൊറേ മക്കളും ഉണ്ട്. അതെ, നമുക്ക് ഇപ്പുറത്തെ റൂമിൽ ആരൊക്കെ ഉള്ളതെന്ന് കാണാം. എല്ലാരും ഞാൻ കാണാൻ പിന്നാമ്പുറ കാണിക്കുന്നത്. ഇനി മുന്നാമ്പുറ കാണിക്കും. ഇച്ചോൾ അതിസുന്ദരിയായി രാവിലെ തന്നെ ഒരുങ്ങി വന്നിക്ക്. ഇന്നലെ എനിക്ക് ക്യാമറയിൽ പതിപ്പിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഒളിയിലെ ലുക്കാന്നാണ് ഒന്ന് വന്നപ്പോ എന്നോട് പറഞ്ഞേ. ഞാൻ വന്നില്ല. ഇത് കാണിച്ചുതരാം. ഇതാണ് നമ്മളെ ചോള്, ഇളയ ചിയാപ്പന്റെ മൂത്ത പുത്രി. ഇതോളെ ഇളയ പുത്രി. ഇതടുത്ത് നടക്കത്തത്. നടക്കത്തെ പിന്നെ ആർക്ക് വലിയ മൈൻഡ് ഒന്നും ഉണ്ടാവില്ല. ലേറ്റ് ഓഫ് ആക്കിയേ. ഇതാണ് അടുത്ത ഏറ്റവും ഇളയത് കേട്ടോ, മൂന്നാമത്തത്. മൂന്നാളൊന്ന് വരിയിലേക്ക് മനസ്സിലാകുന്ന പോലെ നിൽക്കട്ടെ. ഇതാണ് എന്റെ ഏറ്റവും ചെറിയ ചാപ്പന്റെ 3 മക്കൾ. രണ്ടടേ ഇവരൊരു പ്രത്യേക പരിപാടി ഉണ്ടാകുന്നതായിരിക്കും നമ്മളെ കല്യാണത്തിന് അല്ലേ? ഓർക്ക് ഇത് നമ്മളെ കുമാർ മൂത്ത ഏത്? അതാ അതിന്റെ മോളെ ഞാൻ ഉണ്ടെന്ന് പരിചയപ്പെടുത്തി. ആർക്ക് നിങ്ങൾ എന്നെ കൂടെ നോക്കി ട്വിൻസിനെ പരിചയപ്പെടുത്തട്ടെ. ഇങ്ങോട്ട് വരി. ട്വിൻസല്ലേ? നിങ്ങളെ കല്യാണം ഒരുമിച്ചായപ്പോ എന്റെ വിചാരങ്ങൾ ട്വിൻസ് വന്നായിരുന്നു. ഇതിന്റെ മൂത്തമ്മന്റെ അമ്മായിന്റെ 2 മക്കളാണ് ഗൈസ്. ഇത് നുസ്തിരി താത്ത, ഇത് വിച്ചോൾ താത്ത. ഒരാളുകൂടി ഉണ്ടായിരുന്നു, ആൾ അർജന്റ് ആയിട്ട് വേഗം പോയി. ഇതോളം മോളാണ്. ജെസ്സി പോയി. എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്തി. എപ്പോഴും ഇങ്ങനെ സ്ക്രീനിൽ വന്ന് നിൽക്കല. ഒരേ ഒരു മോള് ഇവളിന്റെ കല്യാണത്തിനേക്കായിട്ട് വന്നതാ. ഇവളുടെ കല്യാണത്തിനേക്കായിട്ട് ഒരു 1 lakh ടിക്കറ്റ് ഒക്കെ കൊടുത്ത് പൈസ നമുക്കൊരു പ്രശ്നമല്ല. അതെ, പവർ ഉണ്ട്. ഇവളുള്ള 2 പുത്രികളും ഉണ്ട്. ഓള് തിരക്കില്ലാന്നോണ്ട് ഒരാളെ ഡാൻസ് എടുത്തിക്കണ്. ആമിയുടെ താഴത്ത് ഡാൻസ് കളിക്കുന്ന ഇതാരെ വിളിച്ച മോളെ? ഇതാ ഞങ്ങളെ മൂത്ത അമ്മായിന്റെ മൂത്ത മോള്. ഇതൊരു ഗായികയാണ്. എന്റെ കല്യാണത്തിന് പാട്ട് കേൾക്കുന്നത് ലെവൽ കുടുംബ സമേതം പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. അതെ ഗായ്സ്, ഹായ് ഗായ്സ്, ഞാൻ ബ്ലോഗിലാണ്. എന്താ ചെയ്യേ? എന്താക്കണ്ടേ? ഹായ് ഗായ്സ്, ഇതായിരുന്നാ ഇന്നലത്തെ ഡാൻസാ? നിങ്ങൾ ഡാൻസിനോ? നഷ്ടായി പോയി. സാരല്ല, പഠിച്ചൊക്കെ കാണാൻ എന്റെ കല്യാണം തലേന്ന് കഴിച്ചാൽ മതി. ഗായ്സ്, എല്ലാം പുതുക്കം പോകാൻ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണ് നമ്മളെ പുതുക്കം ബസ്. ഇത് ഇവിടുത്തെ റോഡ് കൂടെ പോണ ലൈൻ ബസ്സാണ്. ഒരാളെല്ലാം സോപ്പിട്ടായിരുന്നു കൈ തട്ടിക്കാന്. നമ്മളെ പ്രശ്നം എന്താ? ഞാൻ പറയുമ്പോ കല്യാണത്തിന് മക്കളെ കൊണ്ടുവരണ്ടെന്നുള്ള നിയമം വെക്കണം അല്ലേ? കല്യാണത്തിന് മക്കളെ കൊണ്ടുവരണ്ടെന്നുള്ള നിയമം വെക്കണം. മക്കൾ അന്നേ ദിവസം ആക്കാനായിട്ടൊരു ഡേ കെയർ, സൺഡേ കെയർ ആക്കണം. സൺഡേ കെയർ മോളെ ദീദിക്കും തരുമോ? ഞാൻ എടുത്തരാം. ഞാൻ എടുത്തരാം. നമ്മൾ ജഗ്ഗിനപ്പുറത്ത് വേറെന്തോ ഉണ്ടോന്ന് നോക്കുക. ബാ, അതിലൊക്കെ പക്ഷെ അടിയാക്കി. നമ്മൾ ഇതിലുണ്ടോന്ന് നോക്കാം. അത്ര വെള്ളം ഉണ്ടായിട്ടാ കാട്ട് ആയിട്ടാ ഗ്ലാസ് കൊടുത്ത അട്ടിക്ക് വെച്ചാല്. വലത്തെ കൈ കൊണ്ടാ പാരുന്നത്. ഇപ്പൊ ഇവിടെ ഒക്കെ തൂക്കൂന്ന് ഓർമ്മല്ല. മാണ്ട ദീദി എടുത്തോളൂ മോളെ. അല്ലോ ഇനി എടുക്കണ്ട. ഓ പുതുക്കത്തിനോ?
അടുത്ത ക്ലാസ് ഉണ്ടോ? വേഗം ഉണ്ടാ. ഞങ്ങളൊരു ബസ്സിനായി കിട്ടിയില്ല എല്ലാരും. ഓരോരുത്തർ ഓരോന്നിൽ അള്ളത്തിന്റെ വീഡിയോ കോൾ ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതില് മറ്റേ സാധനം കൊണ്ടുവന്നിട്ട് മണമല്ലേ മറ്റേ ഫുഡിന്റെ ചുറ്റുപോലെ ചൂടെടുത്തിട്ട് എന്തോ ഒരു വെജിക്ക് ഉണ്ടേ മറ്റേ സാൻഡ്വിച്ചോ ബർഗറിനൊക്കെ ടൈപ്പ് മണം. പൊന്നിന്റെ കൈ നോക്ക്. ചൂടുകൂടി പിന്നെ ഈ കൈ കാണിക്ക്. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ചൂടുകൂടുണ്ടോ കാണുന്നത്. ഇവിടെ എന്റെ കല്യാണം കൊണ്ടുപോവാണേ. ഞാൻ പോട്ടെ. ഇവിടെ കല്യാണത്തിന് അങ്ങനെ ഇവിടെ തൊലൊഴിച്ച കാറുന്ന് നിങ്ങളെ കാത്തിക്കണ ഞങ്ങള് വണ്ടി കയറി. ഞങ്ങൾ വരുന്നോ? നിങ്ങൾ വരുന്നോ? എല്ലാരും ഓരോ വണ്ടിയില. ഇതാണ് ഇവിടുത്തെ നാത്തൂന്. ഇവള് ഭയങ്കര പോരച്ചിയാണ്. ഇവിടുത്തെ അന്ത്രോത്തി മൂത്ത അന്ത്രോത്തി അല്ല കാർണോത്തി മുത്തോളെ നീ പോരടിക്കുന്ന മുഖാക്ക് എന്റെ മറ്റേ വരുന്ന അന്ത്രോത്തി കാണാന്. ഇതാണ് ഇവിടുത്തെ അമ്മായിമ്മ. എല്ലാവർക്കും ഞാൻ പേടിയാ. വരാനിരിക്കുന്ന നിക്കാഹിന് വേണ്ടി ഞങ്ങൾ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളുന്നു. കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു തുടക്കമാവട്ടെ. എന്റെ മക്കളെ ഇങ്ങനെ ഞങ്ങൾ ആരോ കണ്ടുക്കോ പുതുക്കാൻ പോകുന്ന ഓരോരുത്തർ ഓരോരോ വണ്ടിയിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുന്ന അത്രയ്ക്ക് സ്നേഹം ഞങ്ങൾക്ക്. വല്ലാത്തൊരു ഞങ്ങളിത് അടിവാരത്തുനിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഓവർ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ പുറപ്പെടാം. ഞങ്ങളടുത്തി ആദ്യം എത്തുന്നോല് പൊതി വാങ്ങി എടുത്ത് വെക്കണേ. അസീന്താടത്തി എല്ലാരും തിക്കി നേരിട്ട് കാട്ടി വണ്ടി സ്ഥലമില്ലാണ്ട് ട്രാവലറിലും എല്ലാത്തിലും പോയി. ഞങ്ങള് മാത്രം വണ്ടി ഇല്ലാണ്ട് അടച്ചൊക്കെ നിന്ന്. പക്ഷെ ഞങ്ങൾക്ക് അവസാനം കിട്ടിയ വണ്ടി നോക്കി ഗൈസ്. ഞങ്ങൾ ഹൈക്രോസില് പോകാൻ പറഞ്ഞു പോവാണ്. അതെ അതെ ഞങ്ങൾ സെലിബ്രിറ്റീസിന് വേണ്ടിട്ട് പ്രത്യേകം ഇറക്കിയതാണ്. ഇതാ ബാക്കിൽ വേറൊരു സെലിബ്രിറ്റി ഇരിക്കുന്നു. മുന്നിൽ ഇതാ അവളെ സെലിബ്രിറ്റിന്റെ മോളിരിക്കുന്നു. ഇവിടെ ഇതാ വേറൊരു സെലിബ്രിറ്റി. ഓയ് അതുകൊണ്ടോക്കോ അല്ല ഞങ്ങൾ നോക്കിക്കോളി. ഇവിടെ പ്രത്യേക നന്ദി ഡ്രൈവറിനെ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളെ സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കാൻ വന്നത്. ഇത് ഞങ്ങളൊരു മെയിൻ അമ്മായിയാണ്. എനിക്കറിയൂലേ ഇത് ഞങ്ങളെ ചേപ്പന്റെ അമ്മായിയാണ്. അപ്പൊ ചേപ്പന്റെ അമ്മായി ഞങ്ങളെ അമ്മായിയാണല്ലോ. അതെങ്ങനാ അത് ഞങ്ങളെ സൂറമ്മന്റെ അമ്മായിയാണ്. എന്താ നിക്കിപ്പോ കാണാൻ ചോദിച്ചിരിക്കുന്നതോ ആവും. ഷിട്ടുവിന് തീരെ ഉഷാറില്ല. ഷിട്ടുവിന് കൈക്കൊക്കെ ചൂടെടുത്തിട്ട് ചൂടുകുരുണ്ടായിട്ടോളാകെ ഒരവസ്ഥയിലാണ്. മുത്തുക്കാന്റെ ഫ്രണ്ടാണ്. നിങ്ങൾ പേരെന്തേലും ഇസ്മായിൽക്ക ഇസു. ഞങ്ങൾ കുറച്ച് ട്രെൻഡിൽ ഇസു എന്നാണ് പറയാ. ഞാന് ഓന് 2-3 വയസ്സ് വ്യത്യാസം ഞങ്ങൾ ഒപ്പര കളിക്കല്. അതെ മക്കളൊക്കെ രണ്ടെണ്ണയിലുണ്ട്. ഒന്നതില് മുന്നിലുണ്ട്. ഞങ്ങളിപ്പോ ഒടങ്ങാട് എത്തി. എന്റെ ഫോട്ടോ ഞങ്ങളില്ലല്ലോ. ഉണ്ടോ? പൊതി വേണേ പോരേ. അല്ലെ ഞാൻ ഇനി വണ്ടിയിൽ എനിക്ക് കൊണ്ട് വാങ്ങിക്കൊണ്ടുവരാം. അശോ ഇതൊക്കെ വെച്ചോക്കെടാതെ ഇങ്ങോട്ടൊക്കെ ചേരും മോളെ. ഐശോ ഇതാണ് കുറച്ച് ദൂരം ഉണ്ടായുള്ള പ്രശ്നം. തട്ടതാ മുളകും പൊടി. അതെ മെല്ലെ ചവിട്ടിക്കോ.
എടി മറിയ അഞ്ഞില്ലായിട്ട് എന്നെ മിസ് ചെയ്തടി. ഇനി ഉറങ്ങിയതായിനു. ഐശു ഉറങ്ങിപ്പോയി. ഐശു അപ്പുറത്ത് ഇറങ്ങി. ഇതാദ്യത്തെ വണ്ടി ഒരു ടീം ഇവിടെ ഇറങ്ങി നിക്കുന്നത്. അല്ല അല്ല കണ്ടില്ലായല്ലോ. ഇങ്ങടയിലു ഓരേടായില്ലെന്ന് കണ്ടിട്ടെന്നല്ലേലോ. നീയൊക്കെ വലിയ മോനായി പോയല്ലോ. എനിക്ക് ചമ്മലായിട്ട് ഞാൻ വന്നത്. ഇനി ഒരു വണ്ടി കൂടി എത്താനുണ്ട്. ഓല് വന്നാലേ അവിടെ കേറാൻ പറ്റൂലേ. താത്ത പഞ്ഞാന്ന് അന്ന് നെയ്റ്റ് ഇട്ടതായിട്ട് നിങ്ങളൊക്കെ തിക്കി ഞെരിങ്ങല്ലേ വന്ന്. ഞങ്ങൾക്ക് ലാസ്റ്റ് അല്ലേ മെയിൻ വണ്ടി കിട്ടി. ഞങ്ങൾ നല്ല ആസ്വദിച്ചു പോന്ന്. അതെ അതെ എനിക്ക് പ്രത്യേക വണ്ടി വന്നു. ഹായ് ഹായ് പറ. ഹായ് ഹായ്. അതെ ഇത് ഞങ്ങളെ അടുക്കാൻ പറയട്ടെ. ഇവിടെയുള്ള മനുഷ്യന്മാരെ കാണുമ്പോൾ വിചാരിക്കൂ ഇത് ഞങ്ങളെ കുറെ കുടുംബാംഗങ്ങളാണ്. പക്ഷെങ്കിൽ ഇതൊക്കെ ഞങ്ങള് വായിച്ചതിന്റെ മക്കളാണ് ഇതെല്ലോ. ഇത്രയും ജനങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ. എന്നെ കാണിച്ചല്ലോ. ഇന്നെ കാണിക്കാത്തതോ. ആണോ ഇവനല്ലേ ഇവനെ കാണിക്കാത്ത എന്താണെന്ന്. ഓന് ചമ്മ നാണായോട്ട് എനിക്കറിയാം. ഞങ്ങളെ കുടുംബത്തിലെ നീലക്കുയിലെ കാണിച്ചത് അസീന്താത. ഫുൾ അപ്ഡേറ്റ് കുടുംബത്തിൽ നടക്കുന്ന എല്ലാ അപ്ഡേറ്റും ഗ്രൂപ്പിൽ അസീന്താത ഇടും. ഗൈസ് ഞങ്ങൾക്ക് പൊതി കിട്ടാണ്ടി കാത്തിക്കാണിത്ത വെള്ളം വരുന്നു. ഓ സത്യോ ഞാൻ അറിയിക്കും. അസിന്ത എല്ലാവർക്കും വേണം വാങ്ങി തരുന്നുണ്ട്. അസിന്താന്റെ അടുത്ത് തന്നെ കുത്തി നന്നായി. അസിന്ത അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അടിക്ക ഇനിയുണ്ടോ? ഇനി ആർക്കുണ്ടോ? അതെ പിങ്ക്. അസിന്ത പിങ്ക് എടുത്തോളി. നിങ്ങൾക്ക് സെയിം പിച്ച് ആക്കാം. ഒന്നും കൂടി വേടുത്തോളി നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല നിങ്ങൾ വിളിച്ചോളി. അതാ അടുത്ത വന്നിക്ക് വേഗം വാങ്ങിക്കോളി. അതാ ഇത് മുന്തിരിയാന്ന് തോന്നുന്നില്ലേ. ഗ്രേപ്പ് ഹണി ജ്യൂസ് ആണ് ഗൈസ്. മധുരം ഇടാത്തോണ്ട് കണ്ടടിച്ച് ക്ലാസ് കള്ളപ്പോ ജ്യൂസ് അസീന്താദന്റെ അടുത്തിരുന്ന കാര്യം ചെയ്താ പൊതിയൊക്കെ വേഗം വാങ്ങി തരുന്നുണ്ട്. ഇനി പുതുക്ക പോകുമ്പോ എല്ലാരും അസീന്താദനെ കണ്ടു വെച്ചു എടുത്തന്നെ കുത്തിന സാധനങ്ങളൊക്കെ വേഗം കിട്ടും. ബാക്കിയെല്ലാം പാസ് ചെയ്തീന്. ഇത് വേഗം അങ്ങ് വാങ്ങി വെച്ചാൽ അതിനുമില്ല. ഇനിയിപ്പോ അത് മാംസമൊന്നല്ലത്. ഇത് ബർഗറാണ് കിട്ടിയത്. ബർഗറും ഉണ്ട് ചോക്ലേറ്റും ഉണ്ട് ഗൈസ്. സന്തോഷായോ? ചോക്ലേറ്റും ഉണ്ട്. ചോദിക്കല്ലേ? അതെ അതെ ഗൈസ്. ബർഗറും ഐശ്വര്യ കിട്ടിയില്ല. ഏടാ സേവിങ്. ഓക്കെ മറിയക്ക ആ ഗൈസ് അങ്ങനെ നമ്മളെ പെണ്ണിനെ കൂട്ടി വരികയാണ്. പോയി ഹായ്. ആ പുയ്യാപ്പിളെ കൂടി വേണ്ടിനല്ലോ. ഓ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതാ? ആ ശരി. അവള് കരിയാലേ. ഞാൻ വലിയ സന്തോഷത്തിൽ വന്ന് വീഡിയോ എടുക്കാനും. വിഷമുണ്ടോ? എന്റെ ഫാമിലി ഉണ്ടോ വെക്കില്? എനിക്ക് വിഷമുണ്ടോടി? അടുത്ത ആഴ്ച ലൈൻ കട്ട് ഇടി കരിയല്ലേ. മേക്കപ്പ് ഇതാ എക്സ്പെൻസീവ് ആണ്. ഒളിച്ചു പോവും. അപ്പൊ ഇതാണ് നമ്മളെ ബ്രൈഡ് ഗൈസ്. ഇവളൊന്ന് മെയിനാന്ന ദിവസമാണ്. വെളും ഇവര് രണ്ടാളെ വിചാരം വല്ലാന്ന് ടോപ്പ്. അതല്ലേ ഇനി ലുക്ക് തന്നെ ആവില്ല. അമ്മയെ
ഞാൻ കാണിച്ചവൾക്ക് ഇത് എത്ര മസിലടിക്കുന്ന നിങ്ങള് ശരിക്ക്. അപ്പൊ ഞങ്ങള് പെണ്ണിനെ കൂട്ടി പോവാണ് ഗൈസ്. വാവ് സൂപ്പർ തന്നെ. ഇനി തിരിച്ച് അതിൽ കേറണ്ട കേട്ടോ. തിരിച്ച് ഞങ്ങളതിൽ കയറി നമുക്ക് അവിടെ ഇറങ്ങണ്ടിയാ കേട്ടോ. എന്നാ നട. ആ വാ വാ നട. അപ്പൊ എല്ലാരോടും വിട പറഞ്ഞ് നമുക്ക് പോവാ ഗൈസ്. ഇന്ന് വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും ഉള്ള ബർഗർ ഞങ്ങള് വാങ്ങി. എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു. ഇത്രയും ബർഗർ കവറായിട്ട് പോകുന്നു. അത് ഞങ്ങളെ കുടുംബസമയം എല്ലായിടത്തും കൂടിയാ. ബ്രൈഡ് ആയില്ലേക്കാ? ആ 5 ആയില്ലേ? അങ്ങനെ ഞങ്ങള് വണ്ടി ചേഞ്ച് ആയി ഗൈസ്. ഞങ്ങൾ ബലേറോയില് പോവും. ഓലാണ് അയിമേൽ എത്ര മാങ്ങ നമ്മൾ പോയി പറിക്കവാ. ഒന്നും ഇതിന് പൊരുത്തപ്പെടിച്ചാളാ. ഇതിന്റെ ഓണർ ഇത് കാണുകയാണെങ്കിൽ ഞങ്ങൾ പൊരുത്തപ്പെട്ടിരുന്ന ഒരു മാങ്ങ ഇറക്കിട്ട് ഇതാ ഞമ്മടെ മാങ്ങ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും ഉണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വേണം വേഗം മാങ്ങ ഉണ്ടാകുന്ന ഒരു മാവ് വെക്കാന്. ജീജുന്റെ അവിടെ വെക്കടി ഞാന്. ഇന്ന് 2 മാസം കൊണ്ട് ഉണ്ടാകുന്നിട്ട് ആ മാങ്ങ ഉണ്ടാക്കും. 6 മാസം കൊണ്ട് ഒരു മാങ്ങ ഉണ്ടാവും. ആര് പറഞ്ഞ? ഇത് ചേലമാങ്ങാന്ന് തോന്നുന്നു. ഇപ്പൊ പറിച്ചിട്ട് ഇത് വ്ളോഗ് കാണുന്ന ഓൽക്കൊണ്ട് പൊരുത്തപ്പെടിച്ചാളാം. അതിന്റെ ഓണർ പോലെ അല്ലാതെ എന്നാ ഓൽക്കൊണ്ട് വാങ്ങി പൊരുത്തപ്പെടിപ്പിച്ചോളാം. ഒന്ന് പറിച്ചിട്ട് എനിക്ക് പേടിയാ. നമ്മൾ ആരാന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല. എന്നാ നടാ നടാ. നമുക്ക് അങ്ങനെ പറയുന്നതിന് പ്രശ്നമല്ല. അങ്ങോട്ടൊക്കെ ഐശോ സ്റ്റാർ പുളി അതാ നിറച്ചു പഴുത്ത് കിടക്കുന്ന നോക്ക്. അതാ ഇവിടെ നിറച്ചു പഴുത്ത് കിടക്കുന്ന. ജീവിതത്തിൽ ഞാൻ സ്റ്റാർ പുളി വെച്ചില്ല. ഓ സത്യം. ഗൈസ് പുരയിലെത്തി ബർഗർ തിന്നാണ് ഗൈസ്. ഞങ്ങള് താമരശ്ശേരിന്ന് നേരെ അങ്ങോട്ട് പോന്നെ. കല്യാണം വിട്ട് പോയില്ല. ഇവിടെ ബർഗർ ഓളും തിന്ന്. എന്റെ ബർഗർ ഞാൻ തിന്നട്ടെ. എന്നാ ഒരു കഷ്ണം തിന്നോ. ഒരു കഷ്ണം കടിയടി. ഗുഡ് ഗേൾ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് അത്രേ ഉള്ളൂ ഗൈസ്. കല്യാണ വ്ലോഗിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ ബൈ. ഇനി എന്റെ കല്യാണ വ്ലോഗായിട്ട് വരാം. ബൈ.